വർഷങ്ങൾ നീണ്ട പ്ലാനിങ്ങുകൾക്ക് ശേഷം ചെറുക്കൻ്റെ വീട്ടുകാർ അവതരിപ്പിക്കുന്ന പെരുന്നാൾ ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ എങ്ങാനാണ് അവസാനമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇതുപോലെ ഒരു സ്റ്റേക്കേഷൻ പോയത്. പ്ലാൻ ചെയ്ത് ഏതായാലും എനിക്ക് 2 കുട്ടികളാണുള്ള പ്രായമായി. അല്ല, പറയുമ്പോ പിന്നെ നമ്മളെല്ലാം പറയണല്ലോ. ഈ പ്രാവശ്യം നടക്കൂല എന്ന് മനസ്സിലായപ്പോ നമ്മൾ വരുന്നോല് വരും, നമ്മളെന്തായാലും പോകുന്നുള്ള മൈൻഡിൽ ഇറങ്ങിയത് കൊണ്ടാണ് ഇന്നെങ്കിലും നമ്മൾ ഈ ട്രിപ്പിന് പോകുന്നത്. ആരുടെയും കാല് പിടിക്കാനും പുറകടക്കാനൊന്നും വരുന്നില്ല, വരണ്ടവർക്ക് വരാം. അങ്ങനെ ഏതായാലും ഒറ്റ മൈൻഡിൽ ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ നമ്മൾ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത് 2 മണിക്കാണ് ചെക്ക് ഇൻ ടൈം. പക്ഷെ 9 മണിക്ക് നമ്മൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ടും 1 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അവിടെ എത്തുന്നത്. അതാണ് ഇതിലെ ഹൈലൈറ്റ്. ഭയമ കാണുന്ന എല്ലാ പമ്പിലും നിർത്തി മൂത്രവെച്ചില്ല എൻ്റെ മുഖം ഒരു സമാധാനം ഉണ്ടാവില്ല. അതിനെക്കൊണ്ട് തന്നെ നമ്മൾ ലേശം നേരത്തെ ഇറങ്ങിയതാണ്. ഇതിനും വേണ്ടി തനിക്ക് മാത്രം മൂത്രം എവിടെയാണോ ഇരിക്കുന്നത്? ഞാൻ കൊന്നില്ലല്ലോ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരുന്നതും കൊണ്ട് തന്നെ ഞാനും ഉമ്മച്ചും അജുക്കാക്കിയ ഒരു കാറിലാണുള്ളത്. ഉമ്മേമ്മനെയും മക്കളെയും ഉച്ചക്കത്തെ ചോറും കറിയും ആയിട്ട് നമ്മൾ പുയ്യാപ്പിള വേറെ കാറിൽ വരുന്നുണ്ട്. ഓണത്തിൻ്റെ അടുക്ക് പുട്ടച്ചോടം എന്നൊക്കെ പറയലേ ഉള്ളൂ. അതിൻ്റെ അടുക്കൂടെ ഉമ്മച്ചി റംബുട്ടാൻ തിന്നാനിട്ട് എന്തോ ഒരു ഗതിയേട്. പിന്നെ ATM കൂടെ ഉള്ളതും കൊണ്ട് തന്നെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സാധിച്ചു കൊടുക്കലുണ്ട്. അങ്ങനെ ഉമ്മയും മക്കളും നമ്മളെ ഉച്ചക്കത്തെ ഫുഡും നമ്മളെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വൃദ്ധന്മാരെയും വൃദ്ധകളെയൊക്കെ ഒരു കാറിലേക്കും ചെറുപ്പക്കാരായ നമ്മളെല്ലാവരും ഒരു കാറിലേക്കും കയറാനുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോഴേ ഈ യാത്ര അവിടെ ചെന്ന് അവസാനിക്കും, ഇല്ലെങ്കിൽ നമ്മൾ പതിക്കുന്ന തിരിച്ചു പോകേണ്ടി വരും. അപ്പം നമ്മൾ പോണത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ വയനാട്ടിൽ ബാണാസുര സാഗർ ഡാമിന്റെ തൊട്ടടുത്തുള്ള റിസോർട്ടിലേക്കാണ്. ഫോർച്യൂൺ ബാണാസുര എന്നാണ് ആ റിസോർട്ടിന്റെ പേര്. ഇവിടുന്ന് അവിടെ എത്തുന്നവരെ നമുക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാവരും ഫോട്ടോസിൽ മാത്രം കണ്ടിട്ടാണ് റിസോർട്ട് ബുക്ക് ചെയ്തത്. പിന്നെ പൊതുവേ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവതാളത്തിലാവുന്നതും കൊണ്ട് എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ചുരത്തുമല വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലായിരുന്നു. അതിൻ്റെ തലേന്ന് വരെ പെരും മഴ പെയ്തതാണ്. ഞങ്ങളൊന്ന് വയനാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ കൊട്ട വെയിൽ. അത് പിന്നെ അങ്ങനെയല്ലേ വരും. അത്രയും ഐശ്വര്യമുള്ള മനുഷ്യന്മാരാണ് പോണത്. അങ്ങനെ ഏതായാലും നമ്മൾ 1 മണി കഴിഞ്ഞപ്പം റിസോർട്ടിലെത്തി. 2 മണിക്കാണ് നമ്മളെ ചെക്ക് ഇൻ ടൈം. അപ്പം നമ്മൾ വിചാരിച്ച് അതിൻ്റെ മുന്നേ ഫുഡെല്ലാം കഴിക്കാമെന്ന്. ഉച്ചക്കത്തെ ഫുഡ് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നില്ലേനും, അതുകൊണ്ടാണ് നമ്മൾ കുക്ക് ചെയ്തിട്ട് കൊണ്ടുപോയത്. ആ ഗേറ്റ് അങ്ങോട്ട് കടന്നപ്പോൾ തന്നെ മനുഷ്യന് പകുതി ആശ്വാസമായി. കാരണം നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, നല്ല അടിപൊളി റിസോർട്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കുടുംബശ്രീൻ്റെ ചർച്ചയൊക്കെ നിൽക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുന്നത് നമുക്ക് ചെക്ക് ഇൻ ടൈം ആയില്ല. അപ്പോൾ ഓഫീസിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? തങ്ങൾക്ക് നിങ്ങൾ അറിയൂലേ? ഈ കാണുന്ന കന്നാസും കടലാസിന്റെ ഫിഗർ ഷോ അല്ല, നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൈ കിട്ടുന്നൊക്കെ പെറുക്കിയിട്ടാണ് പോണത്. 2 ദിവസം നിൽക്കണ്ടേ, കുളിക്കാനുള്ളത് കുളിച്ചിട്ട് മാറ്റാനുള്ളത് കുളിക്കുന്നതിന് മുമ്പിടാനുള്ളത് ഒക്കെ ഉണ്ട്. അതേ നമ്മൾ തറവാട്ടൊരു പണ്ടേ എങ്ങനെയാണ്, ഒന്നിനും ഒരു കുറവും വരുത്തില്ല. എന്തെങ്കിലും കൂടി പോയാലേ ഉള്ളൂ. റൂമിലേക്ക് പോണ വഴിക്ക് ഊഞ്ഞാല് കണ്ടതേ ഓർമ്മയുള്ളൂ. മേമേ അപ്പയായ്മ പോയി തൂങ്ങല്. എന്താ ചെയ്യുക, നല്ല പ്രായമുണ്ട് ഇവർക്കൊക്കെ, ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അങ്ങനെ നമ്മൾ ഏതായാലും നമ്മളെ റൂമിലേക്ക് നടന്ന് നീങ്ങുകയാണ് സുഹൃത്തുക്കളെ. എവിടെയാണ് നമ്മളെ റൂമെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഫൈനലി നമ്മൾ റിസോർട്ടിലെത്തി. അടിപൊളി റിസോർട്ട് അല്ലേ? അതെ, അടിപൊളിയാണ്. നമ്മളെ ചെറിയ പോടാറ് നല്ല കേട്ടോ. അനുക്ക ഹായ്. നിങ്ങളെ തൊള്ളയിലെന്താ? ഇതാണ് വില്ലകൾ. പക്ഷെ നമുക്ക് ഇതല്ല, നമുക്ക് ഫാമിലി റൂമാണ്. ഐ തിങ്ക്. ആർ യു ഹാപ്പി? എന്റെ വാപ്പായും കൊണ്ട് പറയല്ല, പ്രാന്താ. അപ്പം ഇതാണ് നമ്മളെ വിശാലമായ നീന്തൽക്കുളം അഥവാ പൂൾ. എല്ലാവരെയും കണ്ട് പൂളിലേക്ക് കഴിഞ്ഞു. എങ്ങനെങ്കിലും ഒന്ന് ചോറും തിന്ന് കുപ്പായം മാറ്റി ഇറങ്ങാന്നുള്ള മൈൻഡിലാണ് എല്ലാവരും കുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം തന്നെ ചോറ് തിന്നാന്ന് വിചാരിച്ചു. നല്ല ബീഫും വേറെ എന്തോ ഒരു കറിയും ചോറും പിന്നെന്താ പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു. ഒക്കെ അമ്മേമ്മൻ്റെ വകയുള്ള സെറ്റപ്പാണ് കേട്ടോ. അതിവിടെ എടുത്തു പറയണമെന്ന് അമ്മേമ്മ പ്രത്യേകം പറഞ്ഞില്ലെങ്കിലും ഞാനിവിടെ പറയുന്നതാണ്. എനിക്ക് കുറെ ചോറ് ഉരുളാക്കി ജാറം ഫുള്ളാക്കിയാൽ മതിയല്ലോ. ഏതായാലും നിങ്ങൾ തിന്നണ അത്ര ചോറൊന്നും ഞാൻ തിന്നലില്ല. ഞാൻ തിന്നണ ചോറിന്റെ കണക്കൊന്നും ജി പറയണ്ട. ഞാൻ പള്ള നാർന്നാലും തിന്നു. അന്റെ താറവാടിൽ നിന്ന് കൊണ്ടുവന്ന ആയതുകൊണ്ടല്ലോ ഇവിടെ 3 നേരം ചോറൊക്കെണ്. ആരുവാ ഇത്? ക്യാരം ബോർഡ് കിങ്ങാ മോനെ. ഇന്നത്തെ കളി കണ്ടോ? ഇന്നലെ യൂട്യൂബിലായിരുന്നു രാത്രി ഫുള്ള്. അനൂക്ക ഇറങ്ങണോ? സന്തോഷായോ? ഇഷ്ടായോ? റൂം കണ്ടോ നിങ്ങള്? കണ്ടോ ഗൈസ്? നമ്മൾ ദിസ് ഇസ് അവർ പൂൾ. എല്ലാവർക്കും ഇഷ്ടമായി. നല്ല അടിപൊളി റിസോർട്ട്.
റൂം ഇങ്ങനത്തെ 3 വില്ലയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. വിൽ ഷോ യു. ബാത്റൂം, അജുക്കാക്ക, അപ്പൊ ഇതാണ് നമ്മളെ റൂമിൽ നിന്നുള്ള ബാൽക്കണിന്റെ വ്യൂ വരുന്നത്. ഇവിടുന്ന് തലയിട്ട് അപ്പുറത്തേക്ക് പാളിയൊക്കെ അല്ല, അപ്പുറത്തുള്ള ആളുമായിട്ട് കൊയിന്ത് പറഞ്ഞ് നമുക്ക് സമയം പോക്കാവുന്നതാണ്. നല്ല റിസോർട്ടിൽ വന്നിട്ട് വാപ്പയും മോനും കണ്ടുപിടിച്ചാണ് വില്ലന്റെ ബാക്കിലാണ് അവിടുത്തെ കക്കൂസ് കൊയ്യുന്നത്. എന്താണ് അവരോട് പറയണ്ടേ? അതിന്റെ ഇടക്കൂടെ ഞാനൊന്ന് ഫിറ്റ് ചെക്ക് ചെയ്തു. അതൊന്നും ഒരു തെറ്റല്ലല്ലോ. എന്തിനങ്ങോട്ട് വന്നേ? ഇതെന്താ ചെയ്യുന്നേ? തലവേദന, സന്ധിവേദന, ചായ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിട്ട് കോഴിക്കോട് നിന്ന് ഇവിടെ വരെ അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടി 68 കിലോമീറ്റർ. ഉയരം കൂടുന്തോറും ചായയുടെ പറയടോ അളവ് കൂടും, അളവോ മധുരം കൂടും. നല്ല മണം. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ബാണാസുര സാഗർ ഡാം കാണാനാണ്. പറയുമ്പത്തൊന്നും നമ്മൾ ഇതുവരെ കണ്ടിയില്ലെന്ന്, പക്ഷെ നമ്മൾ കുറെ പ്രാവശ്യം പോയതാണ്. ആ കാണുന്ന സോളാർ കണ്ടപ്പോ എന്റെ അമ്മച്ചി പറയാ ആടെ പന്തലിട്ടൊക്കെ നമുക്ക് ആടെ പോയി നോക്കാം. വല്ലാത്തൊരന്തം തന്നെ. ആ കാണുന്ന മലന്റെ മുകളിലേക്ക് നമ്മൾ നടന്നെത്തണം. വല്ലാത്തൊരു ചതിയായിപ്പോയി. എന്തായാലും നമുക്ക് സമയം പോക്കണം, വേറെ പണിയൊന്നുമില്ല. അപ്പൊ പിന്നെ നമ്മളെല്ലാരും കൂടി അങ്ങോട്ട് നടന്ന് കയറി. സത്യം പറഞ്ഞാൽ ഈ സ്റ്റേക്കേഷന് പോയപ്പോഴാണ് കുറെ കാലങ്ങൾക്ക് ശേഷം എല്ലാരും തടിയും നനങ്ങിയത്. കുറെ നടന്ന്, കുറെ പൂളിൽ കളിച്ച്, കുറെ ഷട്ടിൽ കളിച്ചൊക്കെ എല്ലാരും മേലും നല്ലപോലെ അനങ്ങിക്ക്. അതിന്റെ ഒക്കെ വേദന എല്ലാവർക്കും പിറ്റേന്ന് ഉണ്ടായി എന്നാണ് കേൾക്കാൻ പറ്റിയത്. ഇത്രയും നടന്ന് കയറിയിട്ട് അവിടെ ഉള്ള ഒന്നും കാണാണ്ട് ഇന്റെ ഉപ്പച്ചി കിട്ടിയ സ്ഥലത്ത് പോയിട്ട് ഒരു മധുര സമാധിയായ പോലെ അങ്ങ് കിടന്ന്. നമ്മളവിടെ ലാൻഡ് ചെയ്തെന്നുള്ള ന്യൂസ് കിട്ടിയതുകൊണ്ടാണോ അറിയില്ല, കർണാടക ഹൈക്കോടതിയിലെ ജഡ്ജി വരെ അവിടെ വന്നിക്കുന്നത്. തിരിച്ചെടുക്കാൻ മടിയായതുകൊണ്ട് മാത്രം ഈ 2 പൊട്ടന്മാരെ ചൂസ് ചെയ്താണ് സിപ്പ് ലൈനിൽ കയറാന്നുള്ളത്. അതാവുമ്പോ പിന്നെ നടക്കണ്ടല്ലോ, പറന്നങ്ങ് പോവാലോ. പേടിക്കാന് നോക്ക്, അപ്പുകുട്ട പേടിച്ചില്ലല്ലോ. എന്താ കാര്യം? പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. അങ്ങനെ ഏതായാലും ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് വള്ളി ട്രൗസറൊക്കെ ഇട്ട് 2 ആളും സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാൻ കേട്ടോ. 2 ആൾക്കും നല്ല പേടിയുണ്ട്, അതിന്റെ പുറത്ത് തന്നെ എക്സൈറ്റ്മെന്റും ഉണ്ട്. ഇവര് കളിക്കുന്ന കണ്ട തെങ്ങുമ്മ കയറാൻ പോവുകയാണെന്നാണ് കേട്ടോ തോന്നുന്നത്. എനിക്ക് ദേശത്തെ വഴിയേറിയില്ല. അങ്ങനെ ഏതായാലും മലകയറ്റം ഇറക്കമൊക്കെ കഴിഞ്ഞപ്പോൾക്ക് മഴക്കാറ് നല്ലപോലെ ഉണ്ടായിരുന്നു. കേറിയ സുഖമൊന്നും ഇറങ്ങാനില്ലേനു, എല്ലാരും നല്ലപോലെ ക്ഷീണിച്ചിനു. പിന്നെ വേഗം തന്നെ റൂമിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ചായക്കടയിൽ കയറിയിട്ട് വെട്ടി വിഴുങ്ങി. നീ എന്തിനാ ഇപ്പൊ കയറിയിരുന്നത്? ഞങ്ങൾ സെക്കൻഡ് ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കേണ്ടത്. അപ്പൊ ആര് വിളമ്പും? പാചകക്കാരനാണല്ലേ? അല്ല, എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ കുത്തുകെട്ടോ. അവിടെ ഒരു പ്ലേറ്റിൽ മുട്ട കൊണ്ടുവച്ചിരുന്നു. അത് കണ്ടപ്പോൾ ഉമ്മയമ്മ വിചാരിച്ച് അവിടെ ചായ കുടിക്കാൻ വരുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. നല്ല അടിയടിച്ച് കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ചായ കുടിച്ചിറങ്ങിയപ്പോൾ തന്നെ മഴ നല്ലപോലെ പെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പൊ നമ്മൾ വേഗം കാറിൽ കയറിയിട്ട് റൂമിലോട്ട് പോയി. റൂമിലെത്തിയപ്പോൾക്ക് മഴ അങ്ങ് തുടങ്ങി, നല്ലപോലെ മഴ പെയ്യാൻ തുടങ്ങി. നല്ല രസം കേട്ടോ അവിടെ നോക്കിയിട്ട് കാണാൻ വേണ്ടി. കളി കഴിഞ്ഞു പോ. ക്യാരം ബോർഡ് കിങ്ങടാ തുടങ്ങി അവന്റെ കുഴിയിടക്കാം. എന്റെ അതേ അവിടം വരെങ്കിലും പോയി, നിന്റെ ഈ കുഴിയുടെ അപ്പുറം അനങ്ങിയ കെട്ടിയോ നല്ലൊരു പണി ഉണ്ട്, എന്നിട്ട് ഓള് പണിക്ക് പോവാ. പൈസ ഉണ്ടാക്കാൻ അല്ലാതെന്താ? ഓ ശരിക്കുള്ള ഡോക്ടറല്ല, ഓൻ പുറത്ത് പോയി ഡോക്ടറായതാ. ഡ്യൂപ്ലിക്കേറ്റാ. കല്യാണം കഴിഞ്ഞ ദുബായിക്ക് പോയപാടെ ഓൾക്കും പോണല്ലോ. ഓ എന്താ പോളോ ഹുങ്ക്, ഓള് പോയവിടെ അമ്മായിമക്കാരുണ്ടാവുക. ഇതൊരു മെലിഞ്ഞിട്ട പെണ്ണെ ആ കമ്പിമ പിടിച്ചു കാറ്റടിച്ചാ പറ. ഇവര് പിന്നെ ഏതടുപ്പ് ചെന്നാലും സൈനാത്തേക്ക് ഉത്സവിക്കും. ഉണ്ടായ അന്ന് മുതലോലും ഒരുമിച്ച്, എന്നാലും തീരാത്ത കുറെ കഥ. നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോ നമ്മളെ വില്ലന്റെ വ്യൂ ഇതാണ്. രാത്രി ഇങ്ങനെയാണ് കേട്ടോ കാണാന്. വെറുതെ വെറുതെ ആര് വെറുതെ വാട്ടെ വെറുതെ വെറുതെ കിടന്നങ്ങ് വെതറുവോ. ഇതാണ് നമ്മളെ വില്ല. അത് വേറെ, ഇത് ഉമ്മച്ചിന്റെ ഉപ്പച്ചിന്റെ. ഓക്കെ ഓക്കെ. അങ്ങനെ ക്യാരംസ് കളിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർക്ക് ഷട്ടിൽ കളിക്കാനുള്ള പൂതി. രാത്രിയാണോന്ന് നോക്കാണ്ട് എല്ലാവരും ഇറങ്ങി ഷട്ടിൽ കളിക്കേണ്ട കേട്ടോ. പിന്നെ നമ്മൾ ഇത്രയും തൊള്ളപ്പടം ഇടുന്ന എന്താന്ന് വെച്ചാൽ നമ്മളൊരു ഫാമിലി മാത്രമേ അവിടെ ഉള്ളതിനും, പിന്നെ അവിടെ അപ്പുറത്ത് അപ്പാർട്ട്മെന്റ് പോലെ ഉണ്ട്, അവിടെ ഒരു ഫാമിലിയോ ഒരു 1-2 ആളോ അത്രേ ഉള്ളതിനും. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഫ്രീ ആയിട്ട് അവിടെ നിൽക്കാൻ പറ്റിയത്.
ഇത് നിന്റെ വീടായിരുന്നോടാ ബാസിക്കർ നീ ഇവിടെ ഉണ്ടായിരുന്നോടാ നിന്റെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത് സാമ്പാർ സപ്ലയർ ഇത്തിരി സാമ്പാർ താങ്ങിയേ നീ എന്തിനാ ഇപ്പൊ കയറിയിരുന്നത് നമ്മൾ ആദ്യം തന്നെ കയറി സീറ്റ് പിടിച്ച എന്താന്ന് വെച്ചാൽ മുന്നോട്ടുള്ള പോക്ക് അത്ര പന്തിയല്ലാന്ന് തോന്നിയത് കൊണ്ടാണ്. പക്ഷെ പൊറാട്ട പാളിക്കുന്നു. ചിക്കൻ കറി പിന്നെ അടിപൊളിയേനും, പൊറാട്ട നല്ല അലമ്പ് പൊറാട്ടേനും, അടിക്കാത്ത പൊറാട്ട അതങ്ങനെ തന്നെ പൊരിച്ചങ്ങ് കയ്യിൽ തന്ന പോലെ. പിന്നെ നമ്മൾ പാട്ടായി ബെയ്ത്തായി കൂത്തായി ചാട്ടായി ഇതാരാണെന്ന് നിഴൽ വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ എല്ലാവരും ക്ഷീണിച്ചപ്പോൾ ഉമ്മച്ചി ഒരു ചെമ്പ് നിറച്ച് മാങ്ങ അങ്ങോട്ട് മുറിച്ചിട്ട് കൊണ്ടുവന്നു. ഇവിടുന്ന് മാങ്ങ നിന്ന് മതിയായിട്ടാണ് അങ്ങോട്ട് പോയത്. അങ്ങോട്ടും വെച്ച് മാങ്ങയും പിടിച്ച് വെച്ച് പോന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി കുത്തിരുന്ന ഒരു സിനിമയൊക്കെ കണ്ടിട്ട് സമാധിയായി, ഐ മീൻ ഉറങ്ങി. കാലത്തെ തന്നെ നേരം വിളിക്കണല്ലോ ഈശ്വര, ലോകം അവസാനിക്കാറായോ? അങ്ങനെ പിന്നെ പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം ഡ്രസ്സ് മാറ്റി തിരിച്ചു പോവാന്നായിരുന്നു വിചാരിച്ചത്. നമ്മൾ സ്റ്റേക്കേഷൻ കഴിഞ്ഞു, തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമ്മൾ പോവാണ്, നമ്മളെ റിസോർട്ട്. ഇത് ഓഫീസർ കുഞ്ഞോളും മൂസി ഈ കാറിലുണ്ട്. നമ്മളെ വീട്ടിലോട്ട് പോവാണ്. ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് നമ്മൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തില്ല. ഉമ്മച്ചി ഉപ്പച്ചി ഓരോക്കെ രാവിലെ തന്നെ ഇച്ചിരി നേരത്തെ തന്നെ പോയി. പക്ഷെ നമ്മൾ ഒരു 12 മണി കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടുന്ന് പോരുന്നത്. നമ്മൾ പോരുമ്പോൾ നല്ല മഴയിനും നല്ല അടിപൊളി വെതറായിരുന്നു കേട്ടോ. നമ്മൾ പോരുമ്പോൾ ചുരത്തുമലൊക്കെ നല്ലപോലെ കോടണ്ടേനും. പക്ഷേ എന്താ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ചുരം ഒരു പകുതി ആകുന്നവരെ മാത്രമേ മഴ ഉള്ളതിനും, അവിടുന്ന് അങ്ങോട്ട് മഴയൊന്നുമില്ല. ആകെപ്പാടെ ഒരു മൂടി കെട്ടി കിടക്കുന്ന വെതറായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വരുമ്പോൾ പിന്നെ ചുരത്തിൽ നിർത്തി കുറച്ച് നേരം കോടയൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോൾ ട്രാഫിക് പോലീസ് വന്നിട്ട് നമ്മളെ വണ്ടിൻ്റെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് പോയി. അപ്പം പിന്നെ അത്രേ ഉള്ളൂ. ശുഭം. ഫൈന് കിട്ടിയാൽ അറിയിക്കാം. ഓക്കെ, ബായ്.